ശ്രീ ആർ വി രാജേഷ്, കഴിഞ്ഞ തവണ ഈ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടി, കേന്ദ്ര വിഹിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതില്ലെങ്കിലും നമുക്കൊരു ബി പ്ലാൻ ഉണ്ട്. ആ ബി പ്ലാൻ ആണോ ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കൽ? ഭരണഘടന അനുസൃതമല്ലാത്ത രീതിയിൽ ഈ പദ്ധതികളിൽ വലിയ വെട്ടിക്കുറയ്ക്കൽ നടത്തുകയാണ് ഈ 2004-2025 സാമ്പത്തിക വർഷം ചെയ്തത്. 15,000 കോടി രൂപയുടെ പദ്ധതികൾ വെട്ടിച്ചുരുക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 30 പദ്ധതികൾ വലിയ ജനകീയ പ്രഖ്യാപനങ്ങളായി കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെട്ടതാണ്. പക്ഷേ അതൊന്നും 1 രൂപ പോലും ചെലവഴിക്കാനില്ലാതെ അതുൾപ്പെടെ 15,000 കോടി രൂപയുടെ വെട്ടിക്കുറയ്ക്കൽ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഈ വെട്ടിക്കുറയ്ക്കലും അതുപോലെ ഈ ഭൂനികുതി വർദ്ധിപ്പിക്കുക, അതുപോലെ കോർട്ട് ഫീ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നികുതി വർധനവ് കൊണ്ട് ഈ പ്ലാൻ ബി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? ഇതിപ്പോ നിലവ് പറഞ്ഞ പോലെ ഒരു പുതിയ ധനകാര്യ മാനേജ്മെന്റ് സിസ്റ്റമാണ് ശ്രീ ബാലഗോപാൽ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്ലാൻ ബി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കണ്ടത്. എന്തോ വലിയ കാര്യങ്ങൾ മന്ത്രി കരുതി വെച്ചിരിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞത്. കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പൊ പറയുന്ന എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന രീതിയിൽ 15,000 കോടി രൂപയുടെ പദ്ധതികൾ ക്ലിയർ ആയി വെട്ടിക്കുറച്ചു. അതാണ് പ്ലാൻ ബി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ധനകാര്യ മാനേജ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ധനകാര്യ വിദഗ്ധരും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ ട്രിക്കാണ് മന്ത്രി എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പറയുന്നു കേന്ദ്ര അവഗണന യാഥാർത്ഥ്യമാണ്. നമുക്കിപ്പോൾ ബഡ്ജറ്റ് വന്നു, എയിംസ് നമുക്ക് കിട്ടിയിട്ടില്ല. വയനാട് ഇത്ര വലിയ ദുരന്തം ഉണ്ടായപ്പോൾ വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടത്തിയ IIT അടക്കമുള്ള കുറെ പ്രഖ്യാപക കാര്യങ്ങൾ അതിന്റെ അപ്പുറമായിട്ടുള്ള ഈ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഈ 3 നരേന്ദ്രമോദി ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് വലിയ അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഗവൺമെന്റ് ധനകാര്യമന്ത്രി പറയുന്ന വസ്തുതകളും ഈ യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതിപ്പോ പറയുന്നുണ്ട്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്താണ് GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നില്ല. നിയമസഭയിലടക്കം പറയാണ് GST കോമ്പൻസേഷൻ എന്താണ്? GST നടപ്പാക്കുമ്പോൾ 5 വർഷത്തേക്കുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ട കോമ്പൻസേഷൻ ആണ്. അത് ഓൾറെഡി സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിക്കഴിഞ്ഞു. GST കോമ്പൻസേഷന്റെ പരിധി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് GST കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്ന്? ഇതൊക്കെ വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ 15th ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 54,141 കോടി രൂപ. ആ 54,141 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായി സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ യാഥാർത്ഥ്യം. അത് കണക്കുകളുള്ളതല്ലേ? അപ്പൊ ഈ തുക കൈപ്പറ്റിയതിനു ശേഷം ഇനി നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിനാൻസ് കമ്മീഷന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടണം എന്ന് പറയുന്നത് ഏത് ന്യായമാണ്? ഇത് 6 വർഷത്തേക്കാണ് ഫിനാൻസ് കമ്മീഷൻ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അനുവദിക്കുന്നത്. അത് 4 വർഷം കാലം കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൈപ്പറ്റി കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷം ഇത്ര രൂപ കിട്ടി, ഈ വർഷം അത് തുടർന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി കഴിഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ വെറുതെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ കോവിഡ് സമയത്ത് ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് എക്സ്ട്രാ കടമെടുക്കാൻ വേണ്ടിയുള്ള അനുമതി നമുക്ക് ലഭിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ കോവിഡ് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് അന്ന് കോവിഡ് സമയത്ത് അനുവദിച്ചിരുന്ന അധിക കടമെടുക്കൽ പരിധിയിലേക്ക് കേരളത്തെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല? ഇതൊക്കെ ചോദിക്കാമെന്നല്ല, അല്ലാതെ ഇതിന് യാഥാർത്ഥ്യവുമായി രാജേഷ്, ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ച എത്രത്തോളമാണ്? സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരണത്തിന്റെ തലേ ദിവസം നിയമസഭയിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വെക്കുന്ന ഭരണഘടനാപരമായ ഒരു ചുമതലയുണ്ട്. അതുപോലും ഈ സർക്കാർ നിറവേറ്റിയിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് അക്കാര്യം ഇന്ന് നിയമസഭയിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് കണ്ടാലല്ലേ ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താണ്, ഈ വളർച്ച എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പറയാൻ പോലും കഴിയുന്നില്ല എന്നതല്ലേ അതിന്റെ അർത്ഥം? തീർച്ചയായും ശരിയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് വന്നു, തലേദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലേ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് അനുസരിച്ച് ധനസ്ഥിതിയെ കുറിച്ച്, ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നതിനെ കുറിച്ച് നമ്മളൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവലോകനം നടത്താൻ കഴിഞ്ഞു. ഇപ്പൊ ബഡ്ജറ്റിന് തലേ ദിവസം ഇത് ഭരണഘടനാപരമായ ബാധ്യതകൾ കൂടി നിറവേറ്റാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണ്. കൃത്യമായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോയിന്റ് ഓഫ് ഓർഡറായി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മന്ത്രി പറയുന്നത് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് അവതരിപ്പിക്കാമെന്നുള്ള. അപ്പം സ്പീക്കർക്ക് അതിൽ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം പോലും കൊടുക്കാൻ സ്പീക്കർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു വേഗമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്ത് ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടന്നുപോയി എന്നുള്ളത്. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താണ്?
ആ ധനകാര്യ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ്, അതിൽ എത്രയാണ് നമ്മുടെ വരുമാനം, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എത്രയാണ് നമ്മുടെ വളർച്ചാ നിരക്ക്, ഈ കാര്യങ്ങൾ പോലും അവലോകനം ചെയ്യാനോ അത് നിയമസഭയിൽ പോലും അവതരിപ്പിക്കാനോ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഈ 2 ടേമായിരുന്നുകൊണ്ട് നമുക്ക് എത്രത്തോളമാണ് ഈ സംസ്ഥാനത്തിന് ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവും. ഇപ്പൊ നമുക്കറിയാം ഏതെല്ലാം പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതിക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയത് 300 കോടി രൂപയാണ്. അതിൽ നിന്ന് തന്നെ 120 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. നമുക്ക് UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഈ 4,37,000 വീടുകൾ 5 വർഷക്കാലം കൊണ്ട് 2011 മുതൽ 16 വരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ 9 വർഷക്കാലമായി, 8 വർഷം കഴിഞ്ഞു, 9 വർഷക്കാലമായി 2016 മുതൽ 2025 വരെ ഇന്ന് വരെ നിർമ്മിച്ചത് 4,24,000 വീടുകളാണ്. കാരണം എന്താണ്, ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പദ്ധതിയിലേക്കുള്ള തുക വകയിരുത്തുകയും അത് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ്. പട്ടികജാതി വിഭാഗക്കാർക്ക് 10% മാൻഡേറ്ററി ആയി കൊടുക്കേണ്ടതാണ്. ആ 10% തുക വെട്ടിക്കുറയ്ക്കുകയാണ്. പട്ടികവർഗക്കാർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. 15,000 കോടി രൂപയോളം പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് വന്നിരിക്കുന്നത്. ശ്രീ ഉദയകുമാർ മാരാർ, നമ്മൾ ഈ കേരളത്തിന്റെ ഒരു കാർഷിക മേഖലയെ ഈ ഘട്ടത്തിൽ സ്പർശിച്ചു പോകാതെ നിവൃത്തിയില്ല. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കും എന്ന്, 250 രൂപയാക്കി ഉയർത്തും. അത്തരത്തിൽ വലിയ വില റബ്ബർ കർഷകർക്ക് നേടിയെടുക്കുന്ന രീതിയിൽ വലിയ ആസൂത്രണം ഉണ്ടാകുമെന്ന്. പക്ഷേ ഇത്തവണത്തെ ബജറ്റിൽ നോക്കൂ, 170 രൂപയായിരുന്നത് 180 രൂപയായി. താങ്ങുവില 10 രൂപ കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ റബ്ബറിന്റെ മാർക്കറ്റ് പ്രൈസ് തന്നെ 210, 220 രൂപ നിൽക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണം സംസ്ഥാന സർക്കാരിന്റെ ഈ താങ്ങുവില? ഗവൺമെന്റിന്റെ ശ്രദ്ധയില്ലാതിരുന്നത് ഒരുപാട് മേഖലകളിൽ ശ്രദ്ധയില്ല. പക്ഷേ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനകത്ത് കൂടുതലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇവയൊക്കെ വളരെ ചെറിയ രീതിയിൽ റബ്ബർ കൃഷിയുടെ, റബ്ബർ മാത്രമല്ല യഥാർത്ഥത്തിൽ ബജറ്റിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഫോക്കസായി ഇരിക്കേണ്ടത് എല്ലാം അതുപോലുള്ള ഒരുപാട് മേഖലകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. അപ്പോൾ റബ്ബറിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ആ താങ്ങുവില എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനം, നയപരമായ തീരുമാനമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഫിഗർ മാത്രം ഒന്ന് എടുത്തു നോക്കൂ സർ. 210, 220 രൂപ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് താങ്ങുവില 180 രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ തീരുമാനം വരുന്നത്. എത്രയോ അപഹാസ്യമാണ് ഇത്. യഥാർത്ഥത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇക്കാര്യത്തിൽ? തെരഞ്ഞെടുപ്പ് വരുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിന് അത്തരത്തിലുള്ള ചില ഗിമ്മികളൊക്കെ അതിനകത്ത് കാണിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായതിന് മാത്രമായതിനെ കണ്ടാൽ മതി. ബജറ്റിൽ അത്ര ഗൗരവമുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ ബജറ്റിൽ അത് മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബജറ്റിനകത്ത് കാണാൻ സാധിക്കും. വളരെ നിസ്സാരവൽക്കരിച്ച അല്ലെങ്കിൽ വളരെ നീണ്ട വായനയിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന ഭാവേന ഒന്നും അവതരിപ്പിക്കാതിരുന്നൊരു ബജറ്റായി ഇതിനെ കാണേണ്ടി വരും ചിലപ്പോ. പിന്നെ ശ്രീ എസ് കെ ജയകുമാർ, യഥാർത്ഥത്തിൽ ഈ കോട്ടയം ജില്ലയ്ക്ക് കാര്യമായി ഒന്നും കൊടുത്തിട്ടില്ല. ആ കോട്ടയത്തിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഈ റബ്ബർ മേഖലയൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ രാഷ്ട്രീയപരമായി പോലും കാണേണ്ടതുണ്ട്. ജോസ് കെ മാണിയുമായിട്ടുള്ള വിഷയമൊക്കെ ഈ കോട്ടയം ജില്ലയെ അവഗണിക്കുന്നതിലേക്ക് എത്തുന്നുണ്ടോ? ചോദ്യം ഉല്ലാസ് ബാബുവിനോടാണ്. അല്ല, എസ് കെ ജയകുമാറിനോടാണ് ചോദിച്ചത്. ഒരല്പം പൊളിറ്റിക്കൽ കൂടിയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. റബ്ബർ മേഖലയെ പൂർണ്ണമായും തഴയുന്നൊരു സമീപനം കൈക്കൊള്ളുകയാണ്. അപ്പോൾ ജോസ് കെ മാണിയോട് ചില പ്രശ്നങ്ങളൊക്കെ സർക്കാരിന് നിലനിൽക്കുകയാണല്ലോ. മുന്നണിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാകുമോ കോട്ടയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടാതെ പോയത്? ഞാൻ ഈ പൊളിറ്റിക്സ് എന്നുള്ള നിലയ്ക്ക് ഇത്തരം ശ്രീ ആർ വി രാജേഷിന് അക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അല്ല, സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കർഷക പാർട്ടിയാണ്. ആ കേരള കോൺഗ്രസ് പാർട്ടി ഈ മന്ത്രിസഭയിൽ അംഗം കൂടിയാണ്. അവിടെ ഒരു മന്ത്രിയും കൂടെ ഉണ്ട്.
പക്ഷെ അവരാരും വാതുറത്തൊരു അക്ഷരം ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. റബ്ബറിന് ഇപ്പൊ നീലിമ സൂചിപ്പിച്ചല്ലോ, റബ്ബറിന് ഇപ്പൊ വിപണി വിലയിൽ 230 രൂപ 225 രൂപ വിലയുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഗവൺമെന്റ് നേരത്തെ 170 രൂപ താങ്ങൂലുണ്ടായത് 5 രൂപ കൂട്ടി 170. വലിയ വലിയ കാര്യം പോലെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്? ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്? കാർഷിക മേഖലയോട് ഏതെങ്കിലും രീതിയിലുള്ള ആത്മാർത്ഥതയുണ്ടോ ഈ ഗവൺമെന്റ്? നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായി തകർന്നു നിൽക്കുകയെന്ന അവസ്ഥ നമുക്കറിയാം. കാർഷിക മേഖലയ്ക്ക് വേണ്ടി വലിയ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ ആ രീതിയിലുള്ള കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരത്തിലൂടെ കടന്നു വന്ന ഒരു പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ കർഷക പാർട്ടിയാണെന്ന് ഇന്നും അവകാശപ്പെട്ടു നിൽക്കുന്ന, പേരിലെങ്കിലും അവകാശപ്പെട്ടു നിൽക്കുന്ന കേരള കോൺഗ്രസ് അടക്കമുള്ളവർ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ ഈ ആരോടാണ് ഇവർ കമ്മിറ്റ്മെന്റ് ഉള്ളത്? കർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടി താങ്ങുവില പ്രഖ്യാപിച്ചത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്? നാളികേര കർഷകർക്ക് നമുക്കറിയാം അവർക്കുള്ള ആനുകൂല്യങ്ങൾ എത്രത്തോളം ഈ ബഡ്ജറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ നെല്ലിന്റെ താങ്ങുവില ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്ത ആ കർഷകർക്കുള്ള താങ്ങുവില പോലും ഇവിടെ പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ വയനാട് പാക്കേജ് എന്ന് പറഞ്ഞാൽ, അല്ല വയനാടിന് വേണ്ടി പദ്ധതി ഈ നെല്ലിന്റെ താങ്ങുവില എടുത്തു നോക്കുമ്പോൾ തന്നെ ശ്രീ ആർ വി രാജേഷ് വലിയ തമാശയാണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 2021 കാലഘട്ടം വരെ 8 രൂപ 80 പൈസ സ്റ്റേറ്റ് ഷെയറായി നെല്ലിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം വിഹിതം വെച്ചു. പക്ഷേ ആ സമയത്ത് കേന്ദ്രം കൊടുത്തത് 18 രൂപയാണ്. ഇപ്പോൾ 2024-25 എത്തുമ്പോൾ കേന്ദ്രം നെല്ലിന് താങ്ങുവിലയായി കൊടുക്കുന്നത് 23 രൂപ. പക്ഷേ സ്റ്റേറ്റ് വിഹിതം 5 രൂപ 20 പൈസയായി കുറയുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ നെല്ലിന് കൃത്യമായ താങ്ങുവില പ്രഖ്യാപിക്കുകയും ഈ വർഷം 23 രൂപ ഉയർത്തിയപ്പോൾ ഇവിടെ 5 രൂപ 20 പൈസയായി കുറയ്ക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. 8 രൂപയിൽ നിന്ന് 5 രൂപയായി കുറയുകയാണ്. ഇപ്പോൾ നെല്ലിന്റെ താങ്ങുവില എന്ന് പറയുന്നത് 28 രൂപ 20 പൈസയാണ്. അപ്പോൾ ഈ വലിയ കർഷക പ്രേമം പറയുന്ന ആളുകൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ വിഹിതം പോലും വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല. 8 രൂപയിൽ നിന്ന് 5 രൂപയായി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ ഓരോ വിളകളുടെ കാര്യത്തിലും ഈ സർക്കാർ കൈക്കൊള്ളുന്ന സമീപനം? തീർച്ചയായും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ PRS എന്ന് പറഞ്ഞിട്ട് ഈ കർഷകർക്ക് അവർക്ക് ലോൺ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവരെ കുരുക്കിലാക്കിയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ബാങ്കുകളിലേക്ക് കർഷകർക്ക് എത്ര കർഷകരാണ് നെൽകർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുള്ളത്. കേരളത്തിൽ അവശേഷിക്കുന്ന ഭൂമിയിലുള്ള നെൽകൃഷിയെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഈ ഗവൺമെന്റില്ല. അതെങ്കിലും ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ടോ? ഈ കർഷകരുടെ നെല്ല് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ നെല്ല് അതിന് താങ്ങുവിലയായി കൊടുക്കാമെന്ന് പറയുന്ന വില പോലും കൊടുക്കാതെ കർഷകരെ കബളിപ്പിക്കുന്നു. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സപ്ലൈക്കൊക്കെ 700 കോടി രൂപ അനുവദിച്ചു, വലിയ സംഭവമായിട്ട് പറയുന്നത്. പക്ഷെ സപ്ലൈക്കോയുടെ ബാധ്യത അതിനേക്കാൾ കൂടുതലല്ലേ? 700 കോടി കൂടുതൽ സപ്ലൈക്കോയ്ക്ക് ബാധ്യതയില്ലേ? ഇപ്പൊ കാരുണ്യ ഫണ്ട് 1800 കോടി രൂപയുടെ കടമാണ് ഈ ഗവൺമെന്റ് കൊടുത്തു തീർക്കാറുള്ളത്. അപ്പൊ ഈ കടം തീർക്കാൻ പോലും ഈ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുകയല്ലേ? ഇപ്പൊ വയനാട് പാക്കേജ് വയനാടിന് വേണ്ടി അനുവദിച്ചു 1 രൂപ സംസ്ഥാന ഗവൺമെന്റ്. അതെ, എന്നിട്ട് വീണ്ടും കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യം. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.